എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചേന നടാൻ പോവുകയാണേ. അപ്പം ഞാൻ നടുന്നത് കരിയില കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് വീഡിയോ കണ്ടാൽ അറിയാം. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കരിയില വെച്ചാ ഞാൻ നട്ടേന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് നടുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് ഞാനൊരു ചാക്ക് ഇതുപോലെ പകുതി വെച്ച് മുറിച്ചെടുത്തു കേട്ടോ. അതിനാന്ന് വെച്ചാൽ ബാക്കി ഭാഗം വേസ്റ്റ് ആയി പോകത്തില്ല. അതിങ്ങനെ തുന്നിയെടുക്കോ അടിച്ചെടുക്കോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്നതേലും ചെറിയ ഇഞ്ചിയോ എല്ലാം നടാൻ പറ്റും. അപ്പൊ ഇതിന്റെ വക്കുകൾ രണ്ടും അകത്തേക്ക് ഇങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ അതിങ്ങനെ കോണായിട്ടിരിക്കത്തില്ലേ. എന്നിട്ട് ഇവിടെ നടുക്ക് രണ്ട് തുളയിട്ടു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉണങ്ങിയ പുല്ലോ കരിയിലയോ എന്നാ വേണമെന്ന് വെച്ചെന്നാ നിറയ്ക്കാവേ. ഞാനിപ്പോൾ ഇവിടെ കോഴിക്ക് തിന്നാൻ കൊടുത്ത പുല്ലിന്റെ വേസ്റ്റും കരിയിലയും കൂടെയാണ് നിറയ്ക്കാൻ പോകുന്നത്. ഇത്രയും ഭാഗം ഞാൻ കരിയില നിറച്ചേ. ഇനിയിപ്പം നമ്മൾ മണ്ണിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കരിയില അങ്ങോട്ട് അമുങ്ങി അങ്ങോട്ട് ഇറങ്ങി പോകും. ഇതുണ്ടോ, ഈ കരിയില ഇടുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് ഈർപ്പവും നിലനിൽക്കും. തന്നെയല്ല, എനിക്കിവിടെ മണ്ണ് കിട്ടാൻ വശമൊന്നുമില്ല. അപ്പൊ ഇവിടെ കണ്ടോ, ഞാൻ ഇവിടെ കുറച്ച് മണ്ണ് കൂടുന്നുണ്ടോ. ഇത് മുഴുവനും ഇതുപോലെ കൃഷി ചെയ്തിട്ട് കരിയില പൊടിഞ്ഞുണ്ടായതാ. അതിനകത്ത് കാണാൻ കരിയിലയുടെ അവശിഷ്ടങ്ങൾ പൊടിയാതെ ഇത് കാണാനായിട്ട് അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഓരോ കൃഷി കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത് കമത്തിയിടും. എന്നിട്ടത് ഡോളോമൈറ്റോ കുമ്മായോ ചേർത്ത് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് ആവശ്യത്തിനെടുത്താൽ പിന്നെയുള്ള കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇനി കോഴിക്ക് തിന്നാൻ കൊടുത്തതിന്റെ പുരിന്റെ ഒക്കെ മിച്ചമായില്ലേ. ഇപ്പം ഇത്രയും സാധനം നിറച്ചു. ഇത് കണ്ടോ, ഇത്രയും സാധനം നിറച്ചു. ഇത് അമുങ്ങി പോകും കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ മുറ്റടിച്ചു കൂടുന്ന കരിയിലൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ശരി, ഇപ്പൊ ഞാനിവിടെ മണ്ണിടാൻ പോകട്ടോ. നോക്കിയോ, 1 2 ഇനി അടുത്തത് ചാണകപ്പൊടി. കുറച്ച് എല്ലുപൊടി തീർന്നു കേട്ടോ. ഇനി കുറച്ച് ചാരവേ. ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്. എന്നാന്ന് വെച്ചാൽ കീടബാധ വരാതിരിക്കാൻ വേണ്ടി ചേന വെക്കാൻ പോവാണേ. ചേന വെച്ചു. ഇനി ചുറ്റിന് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം. ഇനി ചേന ഉറച്ചിരിക്കാൻ പാകത്തിന് ചുറ്റിന് വെച്ചിട്ട് മണ്ണ് വെച്ച് കൊടുക്കാതെ. ഇത്രയും മണ്ണൊന്നും ഉപയോഗിക്കുന്നില്ലായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ പറയും കരിയില കൊണ്ട് തന്നെ കൃഷി ചെയ്യുമ്പോൾ ഇത്രയും മണ്ണിട്ടല്ലോ എന്ന്.
ഇതിപ്പോ ഇത്രയും മണ്ണ് എനിക്ക് കരിയില പൊടിഞ്ഞ് കിട്ടിയതുകൊണ്ട് അപ്പുറത്ത് ഞാൻ കുറച്ച് മണ്ണിൽ തട്ടേണ്ട മണ്ണുണ്ട്, പിന്നെ കുറച്ച് ഗ്രോബാഗുകൾ ഒഴിയാനുണ്ട്. ആ ചാക്കിലേക്ക് ചോളമൊക്കെ തീർന്നു. അപ്പൊ അതിന്റെ മണ്ണൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇത്രയും മണ്ണ് ഞാൻ ഇടുന്നത് കേട്ടോ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചേന തന്നെങ്കിൽ ഇത്രയും മണ്ണ് മതിയോ? പോരല്ലോ. ഇത്രയും മണ്ണും കൊണ്ട് ചേന ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ. മതി. ഇനി അതാ അവിടെ അനങ്ങാതിരിക്കും. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വിൽക്കാം. ഇതുണ്ടോ, ഒന്നാമത്തെ കാര്യം ഇതിന് വെയിറ്റ് ഇല്ലെന്നുള്ളതാണ്. ഇത് കണ്ടോ, ഞാൻ ഈസി ആയിട്ട് പിടിച്ചോണ്ടിരിക്കും. ഇത്രയും മണ്ണൊരു സ്ത്രീയെ കൊണ്ട് എടുക്കാൻ പറ്റുമോ? അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചും ഈ കരിയില കൊണ്ടും ഈ ഉണങ്ങിയ പുല്ല് കൊണ്ടും കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, വെയിറ്റ് ഇല്ല. ഇനി നമുക്ക് ഇതിന് കുറച്ച് പച്ചച്ചവറിട്ട് മൂടാം. ഞാനിപ്പോ ഈ വട്ടയുടെയും പെരിങ്ങലത്തിന്റെ ഒക്കെ ചവറ ഇടുന്നത്. നമുക്കൊന്നേരം ഏറ്റവും നല്ലത്. വട്ട വെട്ടിന്റെ കുറ്റി അപ്പൊ ഇനി കുറച്ച് ഉണങ്ങിയ പുല്ലിട്ട്. കാരണം എന്നാന്നറിയാവോ, ഇത് വെയില് തട്ടരുത്, ചൂടടിക്കരുത്. ചൂടടിച്ചു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അതിനാണ്. പിന്നെ ചേന മൂടുക എന്നാ പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ, കുംഭമാസത്തിലാണ് ചേന നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത മാസം മീനമാണ്. മീനത്തിൽ നട്ടാൽ മീൻകണ്ണ് പോലെ എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അനുഭവം മീനമാസം ആരും പണ്ട് കാലത്ത് ഈ കൃഷിക്കാർ ചേനയൊന്നും വെക്കാൻ എടുക്കത്തില്ല. ഇനി അടുത്തത് ഇതിന് തണുപ്പ് കിട്ടാൻ വേണ്ടി ഈ പച്ചച്ചവറിട്ട് മൂടുക. നമ്മുടെ ചേന തടിയിൽ കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ. ചാക്കി നടുന്നതാണ് പുറത്ത് നടുന്നതിനേക്കാളും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിളവ് കിട്ടുന്നത് ഏത് സാധനവും ചാക്കി നടുമ്പോഴാണ്. ഇതിപ്പോ നല്ല വട്ടമുള്ള ചാക്ക. ഇതുപോലെ ഇനി ചേനയ്ക്ക് പോട്ടേട്ടോ. ഞങ്ങൾക്ക് ഓണത്തിന് പറിച്ച് എരിശ്ശേരി വെക്കാനുള്ളതാണ്. അല്ലടി ജനിമോളെ, നമ്മുടെ ജനിമോൾ ഇവിടെ ഒന്ന് നോക്കി വയ്ക്കുക. ഇനി അടുത്ത ചേന കൃഷി ജനീനെ കൊണ്ടാ നിൽക്കുന്നേ. ഈ അനിമേനെ എന്നതൊക്കെ കാണിക്കുന്നതോ. അപ്പൊ നമ്മുടെ അപ്പൊ ഞാനും പിള്ളേരും കൂടെ ചേന നട്ടുവെച്ചിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നടാം. എത്ര എളുപ്പമാണെന്നറിയോ ഞങ്ങളുടെ ചേന നടിയിൽ കഴിഞ്ഞത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ആണ്ടിൽ ഇവിടെ 4 ചേന നട്ടു. 4 നല്ലതുപോലെ ഉണ്ടായി. അതില് ഒരു ചെറിയ ചേന വെച്ചിരുന്നതാണ് ഞാനിത്. പിന്നെ ഇത് ഏറ്റവും ചെറുതായിരുന്നു കേട്ടോ. വലുതൊക്കെ ഞങ്ങളിവിടെ കറി വെച്ചേ. വേറെ ചേന ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടി. അപ്പം എങ്ങനെയുണ്ട് കൃഷി? ഈ ചേനയുടെ ചാക്ക് എല്ലാരും ഒന്ന് നോക്കി വെച്ചോ. ചേന വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾ കാണിക്കാം. എന്നിട്ട് ചേന ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോ അല്ലെങ്കിൽ പറയത്തില്ലേ, ഓ ആ ചാക്കല്ല ഈ ചാക്കെന്ന് പറയത്തില്ലേ. അതുകൊണ്ട് ആ ചാക്ക് തന്നെയാണ് ഈ ചാക്കെന്ന് കാണിക്കാൻ വേണ്ടി ചാക്ക് എല്ലാവരും നോക്കി വെച്ചോട്ടോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ കൊച്ചടുക്കളത്തോട്ടത്തിലെ കൊച്ചു കൃഷിയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പം ഇനി ഒരു വീഡിയോയായി ഞങ്ങൾ എത്തുന്നത് വരെയും എന്റെ പിള്ളേരുടെ ജനിമോടെ വക